നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആതിര രവീന്ദ്രൻ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി. Powered by Liutech Solar Solutions, Mayil Foodstuffs, Mookanur and Cochin Kalabavan Ankamali franchise. കുംഭമേള നടക്കുന്ന പ്രദേശം പുതിയ ജില്ലയായി പ്രഖ്യാപിച്ച് ഉത്തർപ്രദേശ് സർക്കാർ. പ്രയാഗ്രാജിൽ മഹാകുംഭമേള നടക്കുന്ന സ്ഥലത്തെ ജില്ലയായി പ്രഖ്യാപിച്ച് ഉത്തർപ്രദേശ് സർക്കാർ. ഭക്തർക്ക് മികച്ച സേവനം ഉറപ്പാക്കുവാൻ ലക്ഷ്യമിട്ടാണ് പുതിയ ജില്ല രൂപവൽക്കരിച്ചതെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു. അടുത്ത വർഷം ജനുവരിയിൽ നടക്കാനിരിക്കുന്ന മഹാകുംഭമേളയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയാണ് പ്രത്യേക ജില്ല രൂപവൽക്കരിച്ചത് എന്നാണ് വിശദീകരണം. മഹാകുംഭമേള എന്ന പേരിൽ തന്നെയാണ് പുതിയ ജില്ല അറിയപ്പെടുക. 70 കഴിഞ്ഞവർക്ക് പ്രതിവർഷം ചികിത്സാ സൌകര്യം ലഭിക്കുന്ന ആയുഷ്മാൻ വയ വന്ദന യോജന സംസ്ഥാനത്ത് ഉടൻ നടപ്പിലാക്കണം കെ സുരേന്ദ്രൻ. 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും സാമ്പത്തിക ഭേദമന്യേ പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ വരെ ചികിത്സാ സൌകര്യം ലഭ്യമാക്കുന്ന പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ കീഴിൽ വരുന്ന ആയുഷ്മാൻ വയ വന്ദന യോജന സംസ്ഥാനത്ത് ഉടൻ നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്കിഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. സിറ്റി ടവർ, ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. ഫോൺ 0484245555. 2016 ആകെ കടം 1083 കോടി രൂപ. ഇന്നത് 45,000 കോടിയായി മാറി. വൈദ്യുതി ബോർഡിൽ കെടുകാര്യസ്ഥതയെന്ന് VD സതീശൻ. വൈദ്യുതി ബോർഡിലെ കെടുകാര്യസ്ഥതയുടെ തിക്തഫലം അനുഭവിക്കുന്നത് സാധാരണക്കാരാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വൈദ്യുതി ബോർഡിനെ ലാഭത്തിലാക്കി കടം കുറച്ചുകൊണ്ടുവന്നു. 2016 അധികാരത്തിൽ നിന്നും ഇറങ്ങുമ്പോൾ വൈദ്യുതി ബോർഡിന്റെ അതുവരെയുള്ള കടം 1083 കോടി രൂപയായിരുന്നു. ഇപ്പോൾ അത് 45,000 കോടിയായി. കെടുകാര്യസ്ഥതയാണ് വൈദ്യുതി ബോർഡിൽ നടക്കുന്നത്. സാധാരണക്കാരാണ് അതിന്റെ തിക്തഫലം അനുഭവിക്കുന്നത്. ഇപ്പോൾ 3ാമത്തെ തവണ ചാർജ് കൂട്ടാനാണ് വൈദ്യുതി ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. കയ്യിൽ പണമില്ലാത്ത സർക്കാരാണ് അനർഹരായവർക്ക് പെൻഷൻ നൽകുന്നത്. അനർഹർ പെൻഷൻ വാങ്ങുന്നുണ്ടെന്ന് CAG ചൂണ്ടിക്കാട്ടിയിട്ടും 2 വർഷമായി ഈ സർക്കാർ എവിടെയായിരുന്നു എന്നും സതീശൻ ചോദിച്ചു. കനത്ത മഴ. കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ട്യൂഷൻ സെന്ററുകൾ, അംഗനവാടികൾ, മദ്രസകൾ എന്നിവയ്ക്കും അവധി ബാധകമാണ്. മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. നെടുമ്പാശ്ശേരി വഴി പക്ഷിക്കടത്ത്. അപൂർവം ഇനത്തിൽപ്പെട്ട 14 പക്ഷികളെ കസ്റ്റംസ് പിടികൂടി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അപൂർവ ഇനം പക്ഷികളെ കടത്താൻ ശ്രമിച്ച് 2 പേരെ പിടികൂടി. അപൂർവ ഇനത്തിൽപ്പെട്ട 14 പക്ഷികളെ കസ്റ്റംസ് പിടികൂടി. തിരുവനന്തപുരം സ്വദേശികളായ ബിന്ദു, ശരത് എന്നിവരാണ് കസ്റ്റംസ് പിടിയിലായത്. വേഴാമ്പലുകൾ ഉൾപ്പെടെ അപൂർവ ഇനത്തിൽപ്പെട്ട 14 പക്ഷികളെയാണ് കടത്താൻ ശ്രമിച്ചത്. പക്ഷികളെ വനംവകുപ്പിനെ ഏൽപ്പിച്ചു. അറസ്റ്റ് ചെയ്ത പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരൂ എന്ന് കസ്റ്റംസ് പറഞ്ഞു. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം.
കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും പത്തിരിയും. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. കരുവന്നൂർ കള്ളപ്പണ കേസ് പ്രതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലം ഇല്ല, കുറ്റം ചെയ്തിട്ടില്ലെന്ന് കരുതുവാൻ കാരണങ്ങളുണ്ടെന്ന് ഹൈക്കോടതി. കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാട് കേസിലെ പ്രതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലം ഇല്ലെന്ന് ഹൈക്കോടതി. പ്രതികൾക്ക് ജാമ്യം നൽകിയത് പ്രതികൾ കുറ്റം ചെയ്തിട്ടില്ലെന്ന് കരുതുവാൻ മതിയായ കാരണങ്ങളുണ്ടെന്നും ഹൈക്കോടതി. പ്രോസിക്യൂഷൻ ആരോപണങ്ങളും പ്രതികളുടെ വിശദീകരണവും പരിഗണിച്ചാണ് കോടതിയുടെ നിരീക്ഷണം. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതെന്തിന്? ലിയോടെക് സൊല്യൂഷൻസ്. യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ, ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് കൃത്യനിഷ്ഠതയോടെയുള്ള സേവനം. ലിയോടെക് സൊല്യൂഷൻസ്. ഫോൺ 9744487839 9605557707. ബിജെപി തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കള്ളപ്പണം സൂക്ഷിച്ചു. കൈകാര്യം ചെയ്തത് ജില്ലാ അധ്യക്ഷനും സെക്രട്ടറിയും ട്രഷററും ചേർന്ന്. വീണ്ടും വെളിപ്പെടുത്തലുമായി തിരൂർ സതീഷ്. കൊടകര കുഴൽപ്പണ കേസിൽ വീണ്ടും വെളിപ്പെടുത്തലുമായി തിരൂർ സതീഷ്. 6 ചാക്കുകളിലായി 9 കോടി രൂപ ബിജെപിയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കൊണ്ടുവന്നെന്നും ഇത് പിന്നീട് എവിടേക്ക് കൊണ്ടുപോയെന്ന് തനിക്ക് അറിയില്ലെന്നും സതീഷ് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദമായി മൊഴി രേഖപ്പെടുത്തിയെന്നും തെളിവുകൾ പോലീസിന് കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. രഹസ്യ സ്വഭാവമുള്ള തെളിവുകൾ ആയതിനാൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ അത് പ്രദർശിപ്പിക്കുവാൻ ആകില്ലെന്നും വ്യക്തമാക്കി. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഇനി മുതൽ ഒ.പി. ടിക്കറ്റിന് 10 രൂപ നൽകണം. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഇനി മുതൽ ഒ.പി. ടിക്കറ്റിന് 10 രൂപ നൽകണം. ആശുപത്രി വികസന സമിതി യോഗത്തിന്റെ തീരുമാനം ഇന്നു മുതൽ നടപ്പിലായി. തീരുമാനത്തിനെതിരെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ആശുപത്രി വികസന സമിതി യോഗമാണ് മെഡിക്കൽ കോളേജിൽ ഒ.പി. ടിക്കറ്റിന് 10 രൂപ ഈടാക്കാനുള്ള തീരുമാനം എടുത്തത്. നേരത്തെ പണം ഈടാക്കാതെയായിരുന്നു ഒ.പി. ടിക്കറ്റ് നൽകിയിരുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ വികസനത്തിനും ദൈനംദിന പ്രവർത്തനത്തിനും തുക കണ്ടെത്താനാണ് നിരക്ക് ഏർപ്പെടുത്തിയത് എന്നാണ് വിശദീകരണം. അദാനി വിഷയത്തിൽ പാർലമെന്റ് സ്തംഭനം 2ാം ആഴ്ചയിലേക്ക്. ഇരുസഭകളും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പിരിഞ്ഞു. അദാനി വിഷയത്തിൽ പാർലമെന്റ് സ്തംഭനം 2ാം ആഴ്ചയിലേക്ക്. പാർലമെന്റിന്റെ ഇരുസഭകളും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നാളെ വരെ പിരിഞ്ഞു. ലോക്സഭയിൽ വിഷയം സഭ നിർത്തിവച്ചു. ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടു. ആദ്യ നിമിഷം മുതൽ പ്രതിപക്ഷ ബഹളമായിരുന്നു. രാജ്യസഭയിൽ അദാനി, സംഭാൽ, മണിപ്പൂർ സംഘർഷം, വയനാട് കേന്ദ്ര സഹായം അടക്കമുള്ള വിഷയങ്ങളിൽ ചട്ടം 267 അനുസരിച്ച് നൽകിയ നോട്ടീസുകൾ തള്ളിയതോടെ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ഒന്നും സഭ രേഖകളിലുണ്ടാകില്ലെന്നും ജനങ്ങളെല്ലാം കാണുന്നുണ്ടെന്നും ചെയർമാൻ ജഗ്ദീപ് ധൻകർ പറഞ്ഞു. വീണ്ടും സമ്മേളിച്ചപ്പോഴും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളും നാളെ വരെ പിരിഞ്ഞു. സർക്കാരിന് സുപ്രീംകോടതിയിൽ തിരിച്ചടി. കെ രാമചന്ദ്രൻ നായരുടെ മകന്റെ ആശ്രിത നിയമനം റദ്ദാക്കിയതിനെതിരായ ഹർജി തള്ളി. ചെങ്ങന്നൂർ മുൻ എംഎൽഎ കെ രാമചന്ദ്രൻ നായരുടെ മകൻ ആർ പ്രശാന്തിന്റെ ആശ്രിത നിയമനം റദ്ദാക്കിയതിനെതിരായ ഹർജി സുപ്രീംകോടതി തള്ളി. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി തള്ളിയത്. ആശ്രിത നിയമനം സർക്കാർ ജീവനക്കാരുടെ മക്കൾക്ക് മാത്രമെന്ന് കോടതി വ്യക്തമാക്കി. കന്നിമൊഴിക്കെതിരെ നടത്തിയ അധിക്ഷേപ പരാമർശം ബിജെപി നേതാവ് എച്ച് രാജയ്ക്ക് 6 മാസം തടവ്. തമിഴ്നാട്ടിലെ മുതിർന്ന ബിജെപി നേതാവ് എച്ച് രാജയ്ക്ക് 6 മാസം തടവും പിഴയും വിധിച്ച് കോടതി. ഡിഎംകെ എംപി കനിമൊഴിക്കെതിരെ നടത്തിയ അധിക്ഷേപ പരാമർശത്തിലും പെരിയാർ പ്രതിമ തകർക്കണമെന്ന് പറഞ്ഞ കേസിലുമാണ് വിധി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.
നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണ വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ 50% വരെ വിലക്കിഴിവ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ, ടീഷർട്ടുകൾ, കാർഗോസ്, ഷൂസ്, ചപ്പൽസ് എന്നിവയും ഒരുക്കിയിരിക്കുന്നു. വിദേശയാത്രയ്ക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തേർമൽ വിയർ ജാക്കറ്റ്സും ലഭ്യമാണ് ഇവിടെ. സിറ്റി ടവർ ഓപ്പോസിറ്റ് ടു KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. Our sister concern, City Wear and City Shoes, Angamali. Number 048424555455.